2020 തുടക്കം. ചൈനയിലെ വുഹാനിൽ പൊട്ടിപ്പുറപ്പെട്ട കൊറോണ വൈറസിനെ കുറിച്ച് ലോകം അറിഞ്ഞു തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ആ വൈറസ് ലോകമാകെ പടർന്നു പിടിക്കുന്നതിന് മുൻപ് തന്നെ റഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയൊരു ഭൂകമ്പം വ്ളാഡിമിർ പുടിൻ സൃഷ്ടിച്ചു കഴിഞ്ഞിരുന്നു. 2024 തന്റെ പ്രസിഡന്റ് കാലാവധി അവസാനിച്ചാൽ എങ്ങനെ അധികാരം നിലനിർത്തുമെന്ന ചോദ്യത്തിന് പുടിൻ കണ്ടെത്തിയ ഉത്തരം റഷ്യയെ മാത്രമല്ല, ലോകത്തെ മുഴുവൻ ഞെട്ടിക്കുന്നതായിരുന്നു. അന്നത്തെ റഷ്യൻ ഭരണഘടനയനുസരിച്ച് ഒരാൾക്ക് തുടർച്ചയായി 2 തവണയിൽ കൂടുതൽ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കാൻ കഴിയില്ലായിരുന്നു. ഈ നിയമമായിരുന്നു പുടിന് മുന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയ തടസ്സം. പഴയ ഭരണഘടന പ്രകാരം 2024 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ യാതൊരു കാരണവശാലും പുടിന് വീണ്ടും മത്സരിക്കാൻ കഴിയില്ലായിരുന്നു. നിയമപരമായി അദ്ദേഹം പൂർണ്ണമായും അയോഗ്യനായിരുന്നു. 2008 ചെയ്തതുപോലെ വീണ്ടും പ്രധാനമന്ത്രിയായി മാറി മറ്റൊരാളെ പ്രസിഡന്റാക്കി നിഴൽ ഭരണം നടത്താൻ പുടിൻ ഇത്തവണ തയ്യാറായിരുന്നില്ല. പ്രായം അദ്ദേഹത്തെ അലട്ടിയിരുന്നു. അതിലുപരി മറ്റൊരാളെ അത്രത്തോളം വിശ്വസിക്കാനും പുടിൻ ഒരുക്കമായിരുന്നില്ല. 2020 ജനുവരി 15 റഷ്യൻ പാർലമെന്റിലെ വാർഷിക പ്രസംഗത്തിനിടയിൽ തീർത്തും അപ്രതീക്ഷിതമായി പുടിൻ ആ പ്രഖ്യാപനം നടത്തി. റഷ്യൻ ഭരണഘടനയിൽ വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നു. ആ പ്രസംഗം കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ റഷ്യയെ വീണ്ടും ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു നീക്കമുണ്ടായി. പുടിന്റെ ഏറ്റവും വലിയ വിശ്വസ്തനും റഷ്യൻ പ്രധാനമന്ത്രിയുമായ ദിമിത്രി മെദ്വദേവ് തന്റെ മന്ത്രിസഭയോടൊപ്പം ഒന്നടങ്കം രാജിവെച്ചു. പകരം അധികമാരും കേട്ടിട്ടില്ലാത്ത റഷ്യൻ ടാക്സ് ഡിപ്പാർട്ട്മെന്റ് തലവനായിരുന്ന മിഖായേൽ മിഷുസ്റ്റിൻ എന്ന ടെക്നോക്രാറ്റിനെ പുടിൻ പുതിയ പ്രധാനമന്ത്രിയായി നിയമിച്ചു. അവിടെ ആർക്കും ഒന്നും മനസ്സിലായില്ല. പുടിൻ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നാലോചിച്ച് ലോകമാധ്യമങ്ങൾ തലപുകച്ചു. ഏതാനും ആഴ്ചകൾക്ക് ശേഷം പുടിന്റെ ആ മാസ്റ്റർ പ്ലാൻ പുറത്തുവന്നു. ലോകത്തിലെ ആദ്യ വനിതാ ബഹിരാകാശ സഞ്ചാരിയും റഷ്യൻ പാർലമെന്റ് അംഗവുമായ വാലന്റീന തെരഷ്കോവ പാർലമെന്റിൽ ഒരു നിർദ്ദേശം മുന്നോട്ടുവച്ചു. പുടിൻ ഇതുവരെ ഭരിച്ച കാലയളവ് നമുക്ക് റദ്ദാക്കാം. 2024 മുതൽ അദ്ദേഹത്തിന്റെ ഭരണകാലാവധി 0 നിന്ന് പുനരാരംഭിക്കാം. പതിവ് പോലെ ഭരണഘടനാ കോടതിയും പാർലമെന്റും ആ തീരുമാനം ഉടനടി അംഗീകരിച്ചു. ഈ ഭേദഗതികൾ നിലവിൽ വന്നതോടെ തന്റെ 83-ാം വയസ്സുവരെ, അതായത് കൃത്യമായി പറഞ്ഞാൽ 2036 വരെ പുടിന് റഷ്യയുടെ പ്രസിഡന്റായി തുടരാൻ വഴിയൊരുങ്ങി. ഇതിന് ജനങ്ങളുടെ ഔദ്യോഗിക അംഗീകാരം വാങ്ങാനായി 2020 ജൂലൈ മാസത്തിൽ രാജ്യവ്യാപകമായി ഒരു ഹിതപരിശോധനയും അദ്ദേഹം നടത്തി. 2036 വരെ പുടിൻ ഭരിക്കണോ എന്ന് മാത്രമായിരുന്നില്ല അന്ന് ജനങ്ങളോടുള്ള ചോദ്യം. പകരം സാധാരണക്കാരെ സ്വാധീനിക്കുന്ന ഒരു പിടി ജനപ്രിയ വാഗ്ദാനങ്ങൾ കൂടി ഈ ഭേദഗതികൾക്കൊപ്പം അദ്ദേഹം കൂട്ടിച്ചേർത്തു. അങ്ങനെ ആ വോട്ടെടുപ്പിൽ 78% വോട്ടുകളോടെ ആ ഭരണഘടനാ ഭേദഗതി പുടിൻ പാസാക്കി. ജനാധിപത്യത്തിന്റെ നിയമങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം റഷ്യയുടെ ആജീവനാന്ത ചക്രവർത്തിയായി സ്വയം അപരോധിക്കപ്പെടുകയായിരുന്നു. എന്നാൽ അപ്പോഴേക്കും ആ അദൃശ്യ ശത്രു റഷ്യയിലുമെത്തി, COVID-19. തുടക്കത്തിൽ റഷ്യൻ അതിർത്തികൾ അടച്ചുപൂട്ടി കോവിഡിനെ തടയാൻ പുടിൻ ശ്രമിച്ചെങ്കിലും അധികം വൈകാതെ റഷ്യൻ നഗരങ്ങളിലും രോഗം പടർന്നു പിടിച്ചു. മുതിർന്ന നേതാക്കളും പ്രമുഖരും സുരക്ഷിത താവളങ്ങളിലേക്ക് മാറിയപ്പോഴും പുടിൻ തന്റെ ജനതയ്ക്കൊപ്പം നിലയുറപ്പിച്ചു. മോസ്കോയിൽ കോവിഡ് രോഗികളെ ചികിത്സിക്കുന്ന കൊമ്മുനാർക്ക ആശുപത്രിയിൽ പുടിൻ നേരിട്ടെത്തി. മഞ്ഞ നിറത്തിലുള്ള ഒരു പ്രത്യേക ഹസ്മറ്റ് സ്യൂട്ടും നൂതനമായ ഗ്യാസ് മാസ്കും ധരിച്ച് ഒരു സയൻസ് ഫിക്ഷൻ സിനിമയിലെ നായകനെ പോലെ അദ്ദേഹം കോവിഡ് വാർഡുകളിലൂടെ നടന്നു. രോഗികളെയും ഡോക്ടർമാരെയും നേരിൽ കണ്ട് സംസാരിച്ചു.
താൻ ഒളിച്ചിരിക്കുകയല്ലെന്നും ജനങ്ങൾക്കൊപ്പം മഹാമാരിയെ നേരിടാൻ മുൻപന്തിയിലുണ്ടെന്നും ആ ഒറ്റ ദൃശ്യത്തിലൂടെ പുടിൻ റഷ്യക്കാരെ ബോധ്യപ്പെടുത്തി. വൈറസിനെ വെറുമൊരു പ്രതിസന്ധിയായിട്ടല്ല, മറിച്ച് റഷ്യയുടെ ശാസ്ത്രീയ മികവ് ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് പുടിൻ കണ്ടത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ വാക്സിൻ യുദ്ധത്തിന് അദ്ദേഹം അണിയറയിൽ തുടക്കമിട്ടു. മാസങ്ങൾ നീളുന്ന നിയമ നടപടികൾക്കും ദീർഘമേറിയ പരീക്ഷണ കാലയളവിനുമായി കാത്തിരിക്കാൻ പുടിൻ തയ്യാറായിരുന്നില്ല. മോസ്കോയിലെ പ്രശസ്തമായ ഗമാലേയ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന് അദ്ദേഹം കർശനമായ നിർദ്ദേശം നൽകി. എന്തു വില കൊടുത്തും വാക്സിൻ കണ്ടെത്തണം. ലോകമെമ്പാടും കോവിഡ് ദുരിതം വിതച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മഹാമാരിയുടെ ദുരിതപ്പെയ്ത്തിൽ പ്രിയപ്പെട്ടവർ പിടഞ്ഞു വീഴുന്നത് നിസ്സഹായരായി നോക്കി നിൽക്കാൻ മാത്രമേ മനുഷ്യർക്ക് കഴിഞ്ഞിരുന്നുള്ളൂ. ആ ദുരിതകാലം നീന്തിക്കടക്കാനുള്ള അശ്രാന്ത പരിശ്രമത്തിലായിരുന്നു പുടിൻ. ശാസ്ത്രജ്ഞർക്ക് പരീക്ഷണങ്ങൾ നടത്താൻ റഷ്യൻ സർക്കാരിന്റെ ഫണ്ടിൽ നിന്ന് കോടിക്കണക്കിന് ഡോളറുകൾ അദ്ദേഹം നൽകി. ഗമാലേയ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശാസ്ത്രജ്ഞർക്ക് പൂജ്യത്തിൽ നിന്ന് തുടങ്ങേണ്ടി വന്നില്ല. മുൻപ് എബോള, മെർസ് തുടങ്ങിയ വൈറസുകൾക്കെതിരെ വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാന മാതൃക ഉപയോഗിച്ച് അവരതിവേഗം പണി തുടങ്ങി. രാവും പകലും ലബോറട്ടറികളിൽ അവർ വിശ്രമമില്ലാതെ ജോലി ചെയ്തു. വാക്സിൻ നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടവും പുടിൻ നേരിട്ട് വിലയിരുത്തിക്കൊണ്ടിരുന്നു. 2020 ഓഗസ്റ്റിൽ ലോകരാജ്യങ്ങളെല്ലാം കോവിഡിനെതിരെ ഒരു വാക്സിൻ കണ്ടെത്താൻ ഇരുട്ടിൽ തപ്പുമ്പോൾ പുടിൻ ആ പ്രഖ്യാപനം നടത്തി. ലോകത്തിലെ ആദ്യത്തെ കോവിഡ് വാക്സിൻ റഷ്യ വിജയകരമായി വികസിപ്പിച്ചിരിക്കുന്നു. സ്പുട്നിക് വി എന്നായിരുന്നു ആ വാക്സിന് നൽകിയ പേര്. വി എന്നത് വാക്സിനെയും വിജയത്തെയും സൂചിപ്പിക്കുന്നു. എന്നാൽ സ്പുട്നിക് എന്ന പേര് പാശ്ചാത്യ രാജ്യങ്ങൾക്കുള്ള ഒരു തിരിച്ചടിയായിരുന്നു. 1957 ശീതയുദ്ധകാലത്ത് ബഹിരാകാശ പരീക്ഷണങ്ങളിൽ അമേരിക്കയെ പരാജയപ്പെടുത്തിക്കൊണ്ട് സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹത്തിന്റെ പേരായിരുന്നു സ്പുട്നിക്. പഴയ ബഹിരാകാശ യുദ്ധത്തിലെ വിജയം പോലെ പുതിയ വാക്സിൻ യുദ്ധത്തിലും പാശ്ചാത്യരെ റഷ്യ തറപറ്റിച്ചുവെന്ന പുടിന്റെ പ്രഖ്യാപനമായിരുന്നു ആ പേര്. പക്ഷേ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ റഷ്യൻ വാക്സിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു. സ്പുട്നിക് വാക്സിനെ ലോകരാജ്യങ്ങൾ സംശയത്തോടെയാണ് നോക്കിക്കണ്ടത്. മറ്റുള്ളവരിലേക്ക് വാക്സിൻ എത്തിക്കുന്നതിന് മുൻപ് സ്വന്തം മക്കൾക്ക് തന്നെ വാക്സിൻ നൽകിക്കൊണ്ട് പുടിൻ അവരുടെ വായടപ്പിച്ചു. അമേരിക്കൻ കമ്പനികൾ വാക്സിൻ പുറത്തിറക്കാൻ പിന്നെയും മാസങ്ങളെടുത്തപ്പോൾ പുടിൻ സ്പുട്നിക് വാക്സിനുമായി ലോക വിപണി പിടിച്ചു. വാക്സിൻ നയതന്ത്രത്തിലൂടെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും ആഫ്രിക്കയിലും, എന്തിന് ഇന്ത്യയിലടക്കം റഷ്യയുടെ സ്വാധീനം ഒന്നുകൂടി ഉറപ്പിക്കാൻ പുടിന് സാധിച്ചു. മഹാമാരിയുടെ സമയത്ത് ലോകത്തിന്റെ ജീവൻ കാത്ത രക്ഷകന്റെ പരിവേഷം കൂടി പുടിൻ അണിഞ്ഞു. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. കോവിഡ് കാലത്തെ നേട്ടങ്ങൾ ആഘോഷിക്കുമ്പോഴും രാജ്യത്തിനകത്ത് പുടിന്റെ ഉറക്കം കെടുത്തിയ ഒരാളുണ്ടായിരുന്നു. റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവാൽനി. പുടിന്റെയും കൂട്ടാളികളുടെയും അഴിമതി കഥകൾ യൂട്യൂബ് വീഡിയോകളിലൂടെയും ഡോക്യുമെന്ററികളിലൂടെയും പുറത്തു കൊണ്ടുവന്ന നവാൽനിക്ക് റഷ്യൻ യുവാക്കൾക്കിടയിൽ സ്വാധീനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പാശ്ചാത്യ രാജ്യങ്ങൾക്കും റഷ്യൻ യുവാക്കൾക്കും അലക്സി നവാൽനി അഴിമതിക്കെതിരെ പോരാടുന്ന ഒരു ഹീറോ ആയിരുന്നെങ്കിൽ, പുടിനും റഷ്യൻ ഭരണകൂടത്തിനും അയാൾ റഷ്യയെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ക്രിമിനലും രാജ്യദ്രോഹിയുമായിരുന്നു. പുടിൻ ഒരിക്കലും നവാൽനിയെ ഒരു സ്വതന്ത്ര രാഷ്ട്രീയക്കാരനായി അംഗീകരിച്ചിരുന്നില്ല.
അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA റഷ്യയിൽ കലാപമുണ്ടാക്കാൻ വേണ്ടി നിയോഗിച്ച ഒരു ഏജന്റാണ് നവാൽനി എന്ന് പുടിൻ ആരോപിച്ചു. നവാൽനിയുടെ അഴിമതി വിരുദ്ധ സംഘടനയ്ക്ക് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് രഹസ്യമായി കോടിക്കണക്കിന് രൂപ ഫണ്ടായി ലഭിക്കുന്നുണ്ടെന്നും പാശ്ചാത്യരുടെ താൽപര്യങ്ങൾ റഷ്യയിൽ നടപ്പാക്കുകയാണ് അയാളുടെ ലക്ഷ്യമെന്നും ഭരണകൂടം പ്രചരിപ്പിച്ചു. 2020 ഓഗസ്റ്റ് 20 റഷ്യയിലെ സൈബീരിയൻ നഗരമായ ടോംസ്കിയിൽ നിന്ന് മോസ്കോയിലേക്കുള്ള വിമാനം പറന്നുയർന്നു. വിമാനത്തിൽ അലക്സി നവാൽനിയുമുണ്ടായിരുന്നു. വിമാനം ആകാശത്തെത്തിയപ്പോഴേക്കും നവാൽനി കടുത്ത വേദന കൊണ്ട് പുളയാൻ തുടങ്ങി. ശൗചാലയത്തിലേക്ക് പോയ അദ്ദേഹം വേദന കൊണ്ട് അലറിക്കരയുന്ന ശബ്ദം യാത്രക്കാരെ ഭയപ്പെടുത്തി. താമസിയാതെ അദ്ദേഹത്തിന് ബോധം നഷ്ടപ്പെട്ടു. പൈലറ്റ് ഉടൻ തന്നെ വിമാനം ഓംസ്ക് നഗരത്തിൽ എമർജൻസി ലാൻഡിംഗ് നടത്തി. നവാൽനിയെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി. കോമയിലായ അദ്ദേഹത്തെ വിദേശത്ത് കൊണ്ടുപോയി ചികിത്സിക്കാൻ ഭാര്യ യൂലിയയും സുഹൃത്തുക്കളും ആവശ്യപ്പെട്ടെങ്കിലും ആശുപത്രി അധികൃതർ അത് തടഞ്ഞു. ആശുപത്രിക്ക് ചുറ്റും റഷ്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ FSB ഉദ്യോഗസ്ഥർ തമ്പടിച്ചിരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ സമ്മർദ്ദം ശക്തമായതോടെ 48 മണിക്കൂറുകൾക്ക് ശേഷം നവാൽനിയെ എയർ ആംബുലൻസിൽ ജർമ്മനിയിലെ ബെർലിനിലുള്ള ചാരിറ്റി ആശുപത്രിയിലേക്ക് മാറ്റാൻ പുടിൻ സർക്കാർ സന്നദ്ധരായി. ജർമ്മൻ ഡോക്ടർമാർ നടത്തിയ പരിശോധനയിൽ ആ നടുക്കുന്ന സത്യം പുറത്തുവന്നു. നവാൽനിയുടെ ശരീരത്തിൽ നോവിചോക്ക് എന്ന മാരകമായ രാസായുധത്തിന്റെ അംശം കണ്ടെത്തി. 2018 ബ്രിട്ടനിൽ വച്ച് മുൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥനായ സെർജി സ്ക്രിപാലിനെ കൊല്ലാൻ റഷ്യ ഉപയോഗിച്ച അതേ മാരക വിഷം. റഷ്യൻ സർക്കാർ ഇത് നിഷേധിച്ചെങ്കിലും ലോകരാജ്യങ്ങൾ പുടിനെതിരെ തിരിഞ്ഞു. എന്നാൽ വലിയൊരു തെരച്ചിൽ നടക്കാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ആഴ്ചകളോളം കോമയിലായിരുന്ന നവാൽനി ജീവിതത്തിലേക്ക് തിരിച്ചുവന്നു. തന്നെ കൊല്ലാൻ ശ്രമിച്ചവരെ വെറുതെ വിടാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. ബെല്ലിംഗ്കാറ്റ് എന്ന അന്താരാഷ്ട്ര അന്വേഷണ മാധ്യമ സംഘവുമായി ചേർന്ന് നവാൽനി നടത്തിയ അന്വേഷണത്തിൽ അദ്ദേഹത്തെ പിന്തുടർന്ന റഷ്യൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ കണ്ടെത്തി. അതിലും വലിയൊരു സാഹസമാണ് നവാൽനി ചെയ്തത്. റഷ്യൻ നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ ഉന്നത ഉദ്യോഗസ്ഥനാണെന്ന വ്യാജേന നവാൽനി തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ച FSB ഏജന്റുമാരിൽ ഒരാളായ കോൺസ്റ്റാന്റിൽ കുദ്ര്യാവ്സെവിനെ ഫോണിൽ വിളിച്ചു. ഉന്നത ഉദ്യോഗസ്ഥനാണെന്ന് കരുതിയ ആ ഏജന്റ് ഫോണിലൂടെ എല്ലാ സത്യങ്ങളും വിളിച്ചു പറഞ്ഞു. നവാൽനി താമസിച്ച ഹോട്ടൽ മുറിയിൽ രഹസ്യമായി കടന്നുകയറി അദ്ദേഹത്തിന്റെ അടിവസ്ത്രത്തിൽ നൊവിചോക്ക് വിഷം തേച്ചു പിടിപ്പിക്കുകയായിരുന്നുവെന്ന് അയാൾ തുറന്ന് സമ്മതിച്ചു. പദ്ധതിയിട്ടതുപോലെ വിമാനയാത്രയ്ക്കായി നവാൽനി അത് ധരിച്ചിരുന്നെങ്കിലും വിഷം ശരീരത്തിൽ വളരെ സാവധാനത്തിലാണ് പ്രവർത്തിച്ചത്. കൂടാതെ വിമാനം പൈലറ്റുമാർ അടിയന്തരമായി വഴിതിരിച്ചുവിട്ടതും ഓംസ്കിലെ ഡോക്ടർമാർ ഉടനടി തന്നെ പ്രതിമരുന്ന് നൽകിയതുമാണ് നവാൽനി ജീവനോടെയിരിക്കാൻ കാരണമെന്ന് കുദ്ര്യാവ്സെവ് പറഞ്ഞു. ഈ ഫോൺ കോളിന്റെ റെക്കോർഡിംഗ് നവാൽനി യൂട്യൂബിലൂടെ പുറത്തുവിട്ടതോടെ വ്ളാഡിമിർ പുടിനും റഷ്യൻ ഇന്റലിജൻസ് ഏജൻസിയും ലോകത്തിനു മുന്നിൽ വലിയ നാണക്കേടിലായി. ഈ വെളിപ്പെടുത്തലുകൾക്ക് ശേഷം പൂർണ്ണ ആരോഗ്യവാനായി മാറുന്നതുവരെ സുരക്ഷിതമായി ജർമ്മനിയിൽ തന്നെ തുടരാൻ നവാൽനി തീരുമാനിച്ചു. റഷ്യൻ രഹസ്യാന്വേഷണ ഏജൻസിക്ക് പറ്റിയ വൻ വീഴ്ച പുടിനെ വല്ലാതെ രോഷാകുലനാക്കി. 2020 അവസാന മാസങ്ങളിൽ റഷ്യയുടെ അയൽപ്രദേശത്ത് മറ്റൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. അർമേനിയയും അസർബൈജാനും തമ്മിൽ നാഗോർണോ കരാബാഖ് മേഖലയ്ക്ക് വേണ്ടിയുള്ള രക്തരൂക്ഷിതമായ പോരാട്ടം. 6 ആഴ്ച നീണ്ടുനിന്ന യുദ്ധത്തിൽ ആയിരങ്ങൾ മരിച്ചു വീണു. അമേരിക്കയും യൂറോപ്പും ഐക്യരാഷ്ട്രസഭയും നോക്കി നിൽക്കെ നവംബറിൽ വ്ളാഡിമിർ പുടിൻ യുദ്ധത്തിൽ ഇടപെട്ടു. ഒരു റഷ്യൻ സാർ ചക്രവർത്തിയുടെ ഗാംഭീര്യത്തോടെ പുടിൻ ഇരു രാജ്യങ്ങളുടെയും തലവന്മാരെ വിളിപ്പിച്ചു. റഷ്യയുടെ കാർമ്മികത്വത്തിൽ സമാധാന കരാർ ഒപ്പുവെക്കപ്പെട്ടു.
വെറുമൊരു കരാറിൽ ഒതുക്കാതെ 2000-ഓളം റഷ്യൻ സൈനികരെ സമാധാന സേനയായി യുദ്ധമേഖലയിൽ വിന്യസിക്കാനും പുടിന് കഴിഞ്ഞു. പഴയ സോവിയറ്റ് പ്രദേശങ്ങളിൽ ആർക്കെങ്കിലും തർക്കമുണ്ടെങ്കിൽ അത് തീർക്കാൻ അമേരിക്കയോ നാറ്റോയോ അല്ല, മറിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തന്നെ വേണമെന്ന് അദ്ദേഹം ലോകത്തെ കാണിച്ചുകൊടുത്തു. കാക്കസസ് മേഖലയിലെ റഷ്യയുടെ സൈനിക സ്വാധീനം ഒരിക്കൽ കൂടി അദ്ദേഹം അരക്കിട്ടുറപ്പിച്ചു. ഇതിനു പിന്നാലെ 2020 ഡിസംബർ 22-ന് അതീവ നിർണായകമായ മറ്റൊരു വിജ്ഞാപനത്തിൽ കൂടി ഒപ്പുവെച്ച് തന്റെ അധികാരം കൂടുതൽ സുരക്ഷിതമാക്കി. ഏതെങ്കിലും കാലത്ത് പുടിൻ അധികാരമൊഴിയേണ്ടി വന്നാൽ പോലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനോ അദ്ദേഹത്തിനെതിരെ ഒരു കേസ് പോലും എടുക്കാനോ ചോദ്യം ചെയ്യാനോ റഷ്യൻ പോലീസിനോ കോടതിക്കോ കഴിയില്ലെന്ന് ആ നിയമം ഉറപ്പുവരുത്തി. പ്രസിഡന്റായിരിക്കെ ചെയ്ത കാര്യങ്ങൾക്ക് മാത്രമല്ല, ജീവിതത്തിൽ ചെയ്ത ഒരു കാര്യത്തിനും കേസ് പാടില്ല എന്നതായിരുന്നു ആ നിയമം. തന്റെ ജീവനും സ്വത്തിനും ഭരണകൂടം തന്നെ കാവലൊരുക്കുന്ന ആത്യന്തികമായ രക്ഷാകവചം പുടിൻ സ്വന്തമാക്കി. അങ്ങനെ 2020 എന്ന വർഷം അവസാനിക്കുകയായിരുന്നു. കൊറോണ വൈറസ് എന്ന മഹാമാരിയെ സ്പുട്നിക് വാക്സിൻ കൊണ്ട് നേരിട്ടും രാജ്യത്തിന്റെ ഭരണഘടന തിരുത്തിയെഴുതി ആജീവനാന്ത ചക്രവർത്തിയായി മാറിയും നിയമങ്ങൾ കൊണ്ട് സ്വന്തം സുരക്ഷയുറപ്പാക്കിയും വ്ളാഡിമിർ പുടിൻ തന്റെ സിംഹാസനം കൂടുതൽ ശക്തമാക്കി. എന്നാൽ പുടിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റാൻ പോവുകയായിരുന്നു.